നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെയാണ് പ്രമുഖ വ്യവസായിയായ MA യൂസഫ് അലിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പുറത്തുവരുന്ന ദൃക്സാക്ഷികൾ അദ്ദേഹത്തിൻ്റെ പുണ്യപ്രവർത്തികൾ കൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന് വ്യക്തമാക്കുമ്പോൾ ഒരു അത്ഭുതകരമായ രക്ഷപ്പെടലായി തന്നെ അതിനെ വിലയിരുത്താം. രാവിലെ യൂസഫ് അലി അടക്കം 6 പേർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ സാങ്കേതിക തകരാറിനെ തുടർന്ന് ചതുപ്പിൽ ഇടിച്ചിറക്കിയെങ്കിലും അപകടമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. കടവന്തറ ചെലവന്നൂരിലെ വസതിയിൽ നിന്ന് നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബന്ധുവിനെ സന്ദർശിക്കാൻ പുറപ്പെട്ടതായിരുന്നു യൂസഫ് അലിയും ഭാര്യയും 3 ജീവനക്കാരും. ആശുപത്രിക്ക് സമീപം പനങ്ങാട് ഫിഷറീസ് കോളേജ് ഗ്രൗണ്ടിലായിരുന്നു ഹെലികോപ്റ്റർ ഇറങ്ങാൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ലാൻഡിങ്ങിന് നിമിഷങ്ങൾ മാത്രം അവശേഷിക്കെ ഹെലികോപ്റ്ററിന് സാങ്കേതിക തകരാർ അനുഭവപ്പെടുകയായിരുന്നു. ഇതോടുകൂടി പനങ്ങാട് പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള ചതുപ്പിലേക്ക് ഹെലികോപ്റ്റർ ഇടിച്ചിറങ്ങുകയായിരുന്നു. ഹെലികോപ്റ്റർ പതിക്കുമ്പോൾ ചാറ്റൽ മഴയുണ്ടായിരുന്നു എന്നാണ് തൊട്ടടുത്തുള്ള ദൃക്സാക്ഷിയായ ആൾ വെളിപ്പെടുത്തുന്നത്. വീഴ്ചയുടെ ആഘാതത്തിൽ ഹെലികോപ്റ്ററിൻ്റെ പ്രധാന ഭാഗം ചതുപ്പിൽ താഴ്ന്നു പോവുകയും ചെയ്തു. യൂസഫ് അലിയെയും ഭാര്യയെയും ഹെലികോപ്റ്ററിൻ്റെ വിൻഡോ ഗ്ലാസ് നീക്കി പൈലറ്റാണ് രക്ഷപ്പെടുത്തി പുറത്തേക്ക് ഇറക്കിയത് എന്നും ദൃക്സാക്ഷി പറയുന്നുണ്ട്. അപകടത്തിന് തൊട്ടു പിന്നാലെ സ്ഥലത്തെത്തിയ പോലീസാണ് യൂസഫ് അലി അടക്കമുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചത്. വീഴ്ചയുടെ ആഘാതത്തിൽ നേരിയ നടുവേദന അനുഭവപ്പെട്ട യൂസഫ് അലിക്ക് അടിയന്തരമായി സ്കാനിംഗ് നടത്തി പരിശോധനയിൽ പരിക്കില്ല എന്ന് ബോധ്യമായതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഹെലികോപ്റ്ററിന്റെ വൈദ്യുതി തകരാറാണ് അപകട കാരണമെന്ന് പ്രാഥമികമായി വിലയിരുത്തുന്നുവെങ്കിൽ കൂടി വൈദ്യുതി തകരാർ അങ്ങനെ സംഭവിക്കില്ല എന്നാണ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്, ഹെലികോപ്റ്ററിന്റെ സർവീസ് കമ്പനി തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഹെലികോപ്റ്ററിന് ഇന്ധന ചോർച്ചയില്ല എന്ന് ഫയർഫോഴ്സും തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. പൈലറ്റുമാരിൽ നിന്ന് പോലീസ് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെതടക്കമുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് വ്യക്തമാവുക. എന്തായാലും അപകടം നേരിൽ കണ്ട ദൃക്സാക്ഷി കാര്യങ്ങൾ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനും എൻ്റെ കൊച്ചും ഭാര്യയും മുറ്റത്ത് ഇറങ്ങി നിൽക്കുകയായിരുന്നു. മഴയായതിനാൽ വെള്ളം കെട്ടാതിരിക്കാൻ ഞാൻ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ഒരു വലിയ ശബ്ദം ഞാൻ കേട്ടത്. ഹെലികോപ്റ്റർ താഴ്ന്നു പറക്കുമ്പോഴുള്ള ആ ഒരു വലിയ ശബ്ദം. ആ ശബ്ദം കേട്ട് ഞാൻ പേടിച്ചു. എന്താണ് എന്ന് ആദ്യം മനസ്സിലായില്ല. എന്താണെന്ന് മനസ്സിലാക്കും മുൻപ് തന്നെ വളരെ വേഗത്തിൽ ഹെലികോപ്റ്റർ താഴേക്ക് പതിക്കുകയാണ് ചെയ്തത്. പറന്ന് നേരെ വന്ന് താഴോട്ട് പതിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷി വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ ഫാൻ കുറേ നേരം നിർത്താതെ കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ അടുത്തേക്ക് വന്ന് നോക്കി. ഉടൻ തന്നെ പൈലറ്റ് ഗ്ലാസ് നീക്കി പുറത്തേക്ക് ഇറങ്ങി. യൂസഫ് അലിയും ഗ്ലാസ് നീക്കി പുറത്തേക്ക് ഇറക്കി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഞാനും കൂടി സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരുത്തി. ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ പോലീസിനെ വിളിച്ചുകൊണ്ട് സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഒന്നും പറ്റാത്ത ഒരു വലിയ ഭാഗ്യമല്ലേ. പുള്ളി ചെയ്ത പുണ്യപ്രവർത്തികൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു പോറൽ പോലും ഏൽക്കാത്തത്. അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. വളരെ പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് യൂസഫ് അലി. അദ്ദേഹത്തിൻ്റെ ഒരു അപകട സമയത്ത് അതെല്ലാം അദ്ദേഹത്തിന് തുണയായി എന്ന് വിശ്വസിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടവും. ന്യൂസ് ഡെസ്ക്